എൻ്റെ അഭിപ്രായത്തിൽ സഹനം വളരെ നല്ലതാണ്. ആദ്യം മാതാപിതാക്കൾ പാപം ചെയ്യുകയും സ്വർഗത്തിൻ്റെ വാതിൽ അവരുടെ മുമ്പിൽ എന്നേക്കുമായി മനുഷ്യരുടെ മുമ്പിൽ അടയുകയും ചെയ്തു. അന്നേരം സ്വർഗത്തിൽ ഒരു ചർച്ച നടക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരുന്ന് ഒരു ചർച്ച നടത്തുകയും അപ്പം അതിൽ പുത്രനായ യേശുക്രിസ്തു പറയുകയും ഞാൻ ഒരു കുരിശുമരണം ഞാൻ സ്വീകരിക്കുകയും അതികഠിനമായ സഹനത്തിലൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാം എന്ന് കർത്താവ് പറയുകയും അങ്ങനെ തീരുമാനമാവുകയും ചെയ്തു. അപ്പൊ ഈ സ്വർഗത്തിന്റെ കവാടം അടഞ്ഞു പോയപ്പോൾ രണ്ട് സാധ്യത മാത്രമേ ദൈവത്തിന്റെ മുമ്പിലുള്ളൂ. ഒന്നെങ്കിൽ സഹനം സ്വീകരിച്ച് കുരിശുമരണം അതികഠിനമായ സഹനം സ്വീകരിച്ച് കർത്താവ് കുരിശിൽ മരിച്ചു ഉയർത്ത്